ഒരു ദിവസം കൊണ്ട് ജയ്പൂരിൽ എവിടെയൊക്കെ പോകാം, എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് നോക്കിയാലോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വഴിയിൽ കണ്ട കടയിൽ നിന്ന് പോഹയും കഴിച്ച് നമ്മുടെ പരിപാടി തുടങ്ങി. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാവുന്ന സ്ഥലം സിറ്റി സെൻട്രലിൽ തന്നെയുള്ള ഹൗവ മഹലാണ്. കൃഷ്ണന്റെ കിരീടത്തിന്റെ രൂപത്തിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. കാറ്റിന്റെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹൗവ മഹലിൽ ഇത്തരത്തിലുള്ള 900-ലധികം കിളിവാതിലുകൾ കാണാം. കൊട്ടാരത്തിനകത്തേക്ക് കാറ്റ് പ്രവേശിക്കാനും കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണാനുമാണ് ഈ കിളിവാതിലുകൾ ഉപയോഗിച്ചിരുന്നത്. രണ്ടാമതായി കാണാവുന്ന സ്ഥലം ഹൗവ മഹലിന് തൊട്ടടുത്തുള്ള ജന്തർ മന്ദറാണ്. സയൻസിലും മാത്സിലും ഒക്കെ തൽപരനായിരുന്ന മഹാരാജ സവായ് ജയ്സിംഗ് ആണ് ഇത് സ്ഥാപിച്ചത്. പണ്ട് കാലത്ത് സമയവും കാലവും ദിശയും ഒക്കെ കണ്ടുപിടിച്ചിരുന്നത് ഇത് ഉപയോഗിച്ചിട്ടായിരുന്നു. അടുത്തതായി സിറ്റി പാലസ് ആണ്. ജയ്പൂരിന്റെ കറന്റ് കിങ് താമസിക്കുന്ന പാലസ് ആണിത്. ഇവിടുത്തെ ഗ്രൗണ്ട്, തേർഡ്, ഫോർത്ത് ഫ്ലോർ ആണ് നമുക്ക് കാണാൻ കഴിയുക. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫ്ലോറിലാണ് ഈ റോയൽ ഫാമിലി താമസിക്കുന്നത്. പല ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്ന ഈ കൊട്ടാരം ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. സിറ്റി പാലസിന് അടുത്ത് തന്നെയുള്ള ഇസർലത്ത് സർഗോസിയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ജയ്പൂർ സിറ്റിയുടെ ഒരു 360 വ്യൂ കിട്ടും. മറ്റ് ഡെസ്റ്റിനേഷൻസിനെ അപേക്ഷിച്ച് ഇവിടെ ക്രൗഡ് വളരെ കുറവായിരിക്കും. ഇത്രയും സ്ഥലങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ടാവും. ഇനി 2 ദിവസം കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജയ്പൂർ ഫുൾ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അത് ഡേ 2 and 3 സീരീസ് ആയിട്ട് നമ്മുടെ പേജിൽ കാണും.